The next topic is hemostasis, and in the last class we discussed about the structure and functions of platelets. അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫങ്ഷൻ പറഞ്ഞത് എന്തായിരുന്നു? റോൾ ഇൻ ബ്ലഡ് ക്ലോട്ടിങ് അല്ലേ, അല്ലെങ്കിൽ ആ ബ്ലീഡിങ്ങിനെ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സഹായിക്കുക. അതാണ് പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഒരു പ്രധാന ഫംഗ്ഷനായിട്ട് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിലേക്ക് വരുന്നതും. സോ ഹീമോസ്റ്റാസിസ് എന്ന് പറഞ്ഞാൽ ഹീമോ മീൻസ് ബ്ലഡ് ആൻഡ് സ്റ്റാസിസ് മീൻസ് സ്റ്റേബിൾ. അപ്പോൾ ബ്ലഡ് സ്റ്റേബിൾ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഇഞ്ചുറി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ കൂടെ ബ്ലഡ് പുറത്തേക്ക് വരും. പക്ഷെ അത് ഒരുപാട് നേരത്തേക്ക് വരുമോ? ഇല്ല, കുറച്ച് നേരത്തേക്ക് മാത്രം അല്ലേ. ആഫ്റ്റർ ദാറ്റ് ദ ബ്ലഡ് വിൽ ക്ലോട്ട്. അപ്പോൾ ചെറിയ മുറിവാണെങ്കിലും നമ്മൾ ക്ലോട്ട് അത്ര കാണാൻ പറ്റില്ല, വിസിബിൾ ആയിരിക്കില്ല, വളരെ കുഞ്ഞു ക്ലോട്ടൊക്കെ ആയിരിക്കും ഉണ്ടാവുക. ബട്ട് വലിയ മുറിവുകളൊക്കെ ആണെങ്കിൽ നമുക്ക് കാണാൻ തന്നെ പറ്റും. ആ മുറിവിൻ്റെ അവിടെ കുറച്ച് കഴിയുമ്പോഴേക്കും ബ്ലീഡിങ് അത്യാവശ്യം കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു നല്ല കട്ടിക്കൊരു ജെല്ലി ലൈക്ക് സ്ട്രക്ചർ പോലെ അങ്ങനെ കാണാൻ പറ്റും. ദാറ്റ് ഈസ് ദി ബ്ലഡ് ക്ലോട്ട്. അപ്പോൾ ആ ഒരു മെക്കാനിസം അല്ലെങ്കിൽ ബ്ലഡ് എങ്ങനെ ക്ലോട്ട് ആവുന്നു, അപ്പോൾ ആ ക്ലോട്ട് ആവുന്നതൊക്കെയാണ് നമ്മളിതിൽ പഠിക്കാൻ പോകുന്നത് ഈ ഒരു ടോപ്പിക്കിൽ. പിന്നെ ഇതിന് കമ്മിങ് ബാക്ക് ടു ദ ടേം ഹീമോസ്റ്റാസിസ്. അപ്പോൾ നോർമലായിട്ട് ഫ്ലോ ചെയ്തുകൊണ്ടിരുന്ന ബ്ലഡ് പെട്ടെന്ന് ബ്ലഡ് വെസലിന് ഒരു ഡാമേജ് പറ്റി, അല്ലെങ്കിൽ ആ ഏരിയയിൽ ഒരു ചെറിയൊരു ഇഞ്ചുറി ഉണ്ടായി, ബ്ലഡ് പുറത്തേക്ക് പോയി. അപ്പോൾ ആ പോയ ബ്ലഡ് അത് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല. ബട്ട് ഇനിയുള്ളതിനെ പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്ലഡിനെ തിരിച്ച് അതിൻ്റെ സ്റ്റേബിൾ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുള്ള ആ ഒരു രീതിയിലേക്ക് എത്തിക്കുന്ന, സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടി, ഫ്ലോനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു ഫിസിയോളജിക്കൽ പ്രോസസ്സാണ് ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. സോ ഹീമോസ്റ്റാസിസിൻ്റെ ഡെഫിനിഷൻ പറയുമ്പോൾ ഇറ്റ് ഈസ് ദി അറസ്റ്റ് ഓർ സ്റ്റോപ്പേജ് ഓഫ് ബ്ലീഡിങ്. അറസ്റ്റ് ഓർ സ്റ്റോപ്പേജ് ഓഫ് ബ്ലീഡിങ് ബൈ ഫിസിയോളജിക്കൽ പ്രോസസ്സ്. അതായത് നോർമലായിട്ട് നമ്മുടെ ബോഡി ചെയ്യുന്ന ഒരു മെക്കാനിസം ആണ് ഈ ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ബ്രോട്ട് അബൌട്ട് ഇൻ 3 steps. ഓക്കെ, 3 സ്റ്റെപ്സിൽ കൂടെയാണ് ഈ ഹീമോസ്റ്റാസിസ് എന്നുള്ള ആ ഒരു മെക്കാനിസം നമ്മുടെ ബോഡിയിൽ നടക്കുന്നത്. സോ ഇറ്റ് ഇൻവോൾവ്സ് 3 steps or stages. The first one is vasoconstriction അല്ലെങ്കിൽ vascular spasm എന്നൊക്കെ പറയും. വാസോകൺസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസ്ട്രിക്ഷൻ ഓഫ് ദി ബ്ലഡ് വെസൽ, അതാണ് വാസോകൺസ്ട്രിക്ഷൻ. ദെൻ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ. ആ ഇഞ്ചുറി ഉണ്ടായ ഭാഗത്ത് പ്ലേറ്റ്ലെറ്റ് ഒരു ചെറിയ പ്ലഗ് പോലെ, അതൊരു ചെറിയൊരു എന്താ പറയുക, ആ ഒരു ഹോളിനെ സീൽ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോം ചെയ്യുന്നൊരു ചെറിയൊരു സ്ട്രക്ചറാണ് പ്ലഗ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ. And the final stage or the final step is blood coagulation or blood clotting. അപ്പോൾ ഇങ്ങനെയുള്ള ഈ 3 സ്റ്റെപ്സിൽ കൂടെയാണ് ഹീമോസ്റ്റാസിസ് എന്നുള്ള ആ ഒരു പ്രോസസ്സ് നമ്മുടെ ബോഡിക്കകത്ത് നടക്കുന്നത് ഒരു ഇഞ്ചുറി ഉണ്ടാകുമ്പോൾ. സോ ദിസ് ഈസ് ദി പിക്ചർ ഷോയിങ് ദ ഇഞ്ചേർഡ് ഏരിയ. അപ്പോൾ ഇതിൽ ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട്, അതായത് ഒരു ഡാമേജും ഇല്ലാതെ നല്ല പോലെ സ്മൂത്ത് ആയിട്ട് പോകുന്ന ഒരു ബ്ലഡ് വെസൽ. അപ്പം അതിൻ്റെ ഈ ഔട്ടർ മോസ്റ്റിൽ ഈ കാണിച്ചിരിക്കുന്നതാണ് ദി എപ്പിത്തീലിയൽ ലെയർ, ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെയർ. അത് കഴിഞ്ഞ് ഈ മിഡിലിൽ കാണുന്ന ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള 2 വര പോലെ കാണിച്ചിരിക്കുന്നതാണ് കൊളാജൻ ഫൈബർ. ആൻഡ് ഉള്ളിൽ കാണിച്ചിരിക്കുന്ന ഇതാണ് ദ എൻഡോത്തീലിയം ഓഫ് ദി ബ്ലഡ് വെസൽ, വിച്ച് ഈസ് എക്സ്ട്രീംലി സ്മൂത്ത്. വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു സർഫസാണ് ഈ എൻഡോത്തീലിയം. അപ്പോൾ ഈ എൻഡോത്തീലിയവുമായിട്ടാണ് ബ്ലഡിലെ എല്ലാ സെൽസും എക്സ്പോസ്ഡ് ആയിട്ട് ഇരിക്കുന്നത്. ഒരു ഡാമേജ് ഉണ്ടാവുമ്പോൾ, ഒരു മുറിവുണ്ടാവുന്ന സമയത്ത് ആ ഭാഗത്തെ കൊളാജൻ ഫൈബേഴ്സ് എക്സ്പോസ്ഡ്, അതായത് മുറിവ് വരുമ്പോൾ ആ എൻഡോത്തീലിയം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരുന്നിരുന്ന ആ ഒരു എൻഡോത്തീലിയത്തിന് ഒരു ചെറിയൊരു ബ്രേക്ക് അവിടെ സംഭവിച്ചു. ആൻഡ് ആ ബ്രേക്കിൽ കൂടെ കൊളാജൻ ഫൈബേഴ്സ് ആർ ഗെറ്റിംഗ് എക്സ്പോസ്ഡ്. ഓക്കെ, കൊളാജൻ ഫൈബേഴ്സ് റഫ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. സോ ദ ബ്ലഡ് ഓർ ദി ബ്ലഡ് സെൽസ് ആർ ഗെറ്റിംഗ് എക്സ്പോസ്ഡ് ടു ദിസ് റഫ് സർഫസ്. അപ്പോൾ ആ റഫ് സർഫസുമായിട്ട് എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് hemostasis occurs, that is vasoconstriction.
അപ്പോൾ ഈ ഒരു ഡാമേജ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം വാസോ കൺസ്ട്രക്ഷൻ എന്നുള്ള ആ ഒരു സ്റ്റെപ്പാണ് നടക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആ ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് കൊളാജൻ എക്സ്പോഷർ ഉണ്ടാവുമ്പോൾ ദ പ്ലേറ്റ്ലെറ്റ്സ് വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ്. എങ്ങനെയാണ് ആക്ടിവേറ്റഡ് ആവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊളാജൻ ഫൈബേഴ്സ് റഫാണ്. അപ്പോൾ ഈ റഫ് മെറ്റീരിയലുമായിട്ട് അത് കൂടെ ബ്ലഡ് ഇങ്ങനെ പാസ് ചെയ്ത് പോകുമ്പോൾ അതിനകത്തുള്ള പ്ലേറ്റ്ലെറ്റ്സ് ഈ റഫ് മെറ്റീരിയലുമായിട്ട് അറ്റാച്ച് ചെയ്യും. ഓക്കെ, ഈ കൊളാജൻ ഫൈബേഴ്സുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ ദേ വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ്. അപ്പോൾ അവർ ആക്ടിവേറ്റഡ് ആകുമ്പോൾ അവരുടെ ആ ആക്ടിവേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സിന്റെ സൈറ്റോപ്ലാസത്തിൽ നിന്നും ഒരു കെമിക്കൽ റിലീസ് ചെയ്യും, ദാറ്റ് ഇസ് കോൾഡ് സെറോട്ടോണിൻ. ഒരു കെമിക്കലാണ്, അതൊരു ന്യൂറോ ട്രാൻസ്മിറ്റർ കൂടെയാണ്. എനിവേ പ്ലേറ്റ്ലെറ്റ്സ് റിലീസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് സെറോട്ടോണിൻ. ആ സെറോട്ടോണിൻ ഈ ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള ഭാഗത്ത് വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രോസസ്സ് നടത്തും. അപ്പോൾ വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്ലഡ് വെസലിന്റെ കൺസ്ട്രിക്ഷൻ ആണ്. അപ്പോൾ ആ ഡാമേജ് ഉണ്ടായ ഭാഗത്ത് പ്ലേറ്റ്ലെറ്റ്സ് സെറോട്ടോണിൻ റിലീസ് ചെയ്യുമ്പോൾ അത്രയും ഏരിയ മാത്രം ഇങ്ങനെ കൺസ്ട്രിക്ട് ചെയ്യും. ആൻഡ് ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെൻ ദി ബ്ലഡ് വെസൽ കൺസ്ട്രിക്ട്സ് ദ ബ്ലഡ് ഫ്ലോ റേറ്റ് ഡിക്രീസസ് ടു ദാറ്റ് കൺസ്ട്രിക്റ്റഡ് ഏരിയ, ഡിക്രീസസ് ത്രൂ ദാറ്റ് കൺസ്ട്രിക്റ്റഡ് ഏരിയ. ഇതിൽ കൂടെ ഉള്ള ബ്ലഡ് ഫ്ലോ റേറ്റ് കുറയും. അപ്പോൾ അങ്ങനെ ബ്ലഡ് ഫ്ലോ റേറ്റ് കുറയുമ്പോൾ എന്താണ്, പുറത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ബ്ലഡിൻ്റെ ആ ഒരു എമൗണ്ടും അവിടെ കുറയും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് ഉണ്ടാവുന്നത്. അതൊരു ഫസ്റ്റ് പ്രിക്കോഷൻ അല്ലെങ്കിൽ എന്താ പറയുക പ്രിവെൻറ്റീവ് മെഷർ എന്ന് വേണമെങ്കിലൊക്കെ പറയാം, നമ്മുടെ ബോഡി തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം വരുന്ന വാസോ കൺസ്ട്രക്ഷൻ ആണ്. ഇറ്റ് ഈസ് ആക്ച്വലി ബൈ ദ ആക്ഷൻ ഓഫ് ആക്ടിവേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സ്. ഓക്കെ, so vasoconstriction, constriction of blood vessels just before the area of injury or damage. At the point of injury, platelets adhere on the exposed collagen fibers or the rough surface. Adhere എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ attach എന്നാണ് അർത്ഥം. Activated platelets release vasoconstrictors like serotonin and norepinephrine that leads to vasoconstriction. This helps in temporary prevention of blood loss. അപ്പോൾ വാസോ കൺസ്ട്രക്ഷൻ ആണ് ഫസ്റ്റ് സ്റ്റെപ്പ് വരുന്നത്. അപ്പോൾ അതിൽ കൂടെ അവിടെ ബ്ലഡ് വെസൽ ചെറുതായിട്ട് കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ടെമ്പററി ആയിട്ട് ബ്ലഡ് ലോസിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് നെക്സ്റ്റ് വി മൂവ് ഓൺ ടു ദ സെക്കൻഡ് സ്റ്റെപ്പ്, ദാറ്റ് ഈസ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ. അപ്പോൾ ഇതാണ് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ എന്ന് പറയുന്ന. എവിടെയാണോ ബ്രേക്ക് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഡാമേജ് ഉണ്ടായിട്ടത് അവിടെ ആദ്യം പ്ലേറ്റ്ലെറ്റ്സ് പോയിട്ട് അറ്റാച്ച് ചെയ്യും. നമ്മുടെ പ്ലേറ്റ്ലെറ്റ്സിന്റെ പ്രോപ്പർട്ടീസിനെ പറ്റിയിട്ട് പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ, അതൊന്ന് ഓർത്താൽ മതി. പ്ലേറ്റ്ലെറ്റ്സിന്റെ എഡ്ഹീഷൻ, എഗ്രിഗേഷൻ, എഗ്ലൂട്ടിനേഷൻ. അതായത് ആദ്യം അവിടെ പ്ലേറ്റ്ലെറ്റ്സ് പോയിട്ട് അറ്റാച്ച് ചെയ്യും, അത് കഴിഞ്ഞിട്ട് കൂടുതൽ പ്ലേറ്റ്ലെറ്റ്സ് അവിടെ വന്നിട്ട് ഒരു ഗ്രൂപ്പ് പോലെ ഫോം ചെയ്ത് അവസാനം അവർ എഗ്ലൂട്ടിനേറ്റ് ചെയ്യും. അതായത് ഒന്നിൻ്റെ മേതെ ഒന്നിങ്ങനെ ക്ലംപ് ചെയ്ത് ഒട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെയാകുമ്പോൾ ഈ ഒരു ഡാമേജ് ഉണ്ടായ ഭാഗത്ത് അവരൊരു ടെമ്പററി പ്ലഗ് പോലെ ഫോം ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ വീടുകളിലൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും പൈപ്പ് പൊട്ടുകയോ PVC പൈപ്പ് പൊട്ടുകയോ ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണ്? ചിലപ്പോൾ കയ്യിൽ എന്തെങ്കിലും ഒരു തുണി കിട്ടിക്കഴിഞ്ഞാൽ ആ തുണീനെ അതിനകത്തേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് ചുരുട്ടി കയറ്റി ഇങ്ങനെ വെച്ചിരിക്കും അല്ലേ? എന്നിട്ട് നമ്മൾ അതിനൊരു പെർമനൻറ്റ് സൊല്യൂഷനായിട്ട് പിന്നീടാണ് വരുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യുന്നൊരു സംഭവമാണ് പ്ലേറ്റ്ലെറ്റ്സ്. ആദ്യം അവിടെ പോയിട്ട് ടെമ്പററി ആയിട്ട് ഒരു പ്ലഗ് പോലെ ഫോം ചെയ്യും. അപ്പോൾ ആ ടെമ്പററി പ്ലഗ് എന്ത് ചെയ്യും? ഈ ഒരു ഡാമേജ്ഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് ചെറുതായിട്ട് ഇങ്ങനെ തിരികെ കയറ്റി ഇരുത്തിയിരിക്കുന്ന പോലെ ഇരിക്കും. അങ്ങനെയാകുമ്പോൾ അതും ഈ വാസോ കൺസ്ട്രക്ഷൻ പോലെ തന്നെ ഒരു പരിധി വരെ ബ്ലഡ് ലോസിനെ അത് പ്രിവെൻറ്റ് ചെയ്യും. അതിനുശേഷമാണ് ബ്ലഡ് കൊയാഗുലേഷൻ എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് വരുന്നത്. സോ പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ, also known as temporary hemostatic plug. Activated platelets adhere, aggregate and agglutinate at the point of injury to form platelet plug. Temporarily seals the injured area, thereby decreasing blood loss. Helps in the activation of clotting factors leading to blood coagulation. അപ്പോൾ ഈ ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷൻ കഴിഞ്ഞതിന് ശേഷം ബ്ലഡ് കൊയാഗുലേഷൻ എന്നുള്ള പെർമനൻറ്റ് സൊല്യൂഷൻ അവിടെ ഡെവലപ്പ് ചെയ്യും. അല്ലെങ്കിൽ ആ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോർമേഷനിൽ കൂടെയാണ്.
And then comes blood coagulation, which is also called permanent hemostatic plug, process by which blood loses its fluid form and gets converted into a jelly-like substance at the point of injury to prevent further blood loss. അപ്പോൾ ആ ഭാഗത്ത് ബ്ലഡ് നമുക്കറിയാം, ബ്ലഡ് നല്ല വിസ്കസ് ആയിട്ടുള്ളൊരു ഫ്ലൂയിഡ് ഫോമിലാണ് ഇരിക്കുന്നത്. പക്ഷേ ബ്രേക്കേജ് അല്ലെങ്കിൽ ഇങ്ങനൊരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ അവർ പിന്നെ ആ ഒരു ഭാഗത്ത് മാത്രം ജെലി ലൈക്ക് സബ്സ്റ്റൻസ് ആയിട്ട് മാറും. ദാറ്റ് ഈസ് കോൾഡ് ദി ബ്ലഡ് ക്ലോട്ട്. അപ്പോൾ ആ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നതോട് കൂടിയിട്ട് അവിടെ ഒരു പെർമനൻറ്റ് സൊല്യൂഷനായി ഫോർ പ്രിവെൻറ്റിംഗ് ദി ബ്ലഡ് ലോസ്. ഇറ്റ് ഒക്കേഴ്സ് ബൈ ദി ആക്ടിവേഷൻ ഓഫ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇൻ ബ്ലഡ്. ഇപ്പോൾ ഒരുപാട് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്, മിക്കവർക്കും അതിനെപ്പറ്റിയായിട്ട് ഐഡിയ ഉണ്ടാവും, എന്നാലും നമ്മളതിനെപ്പറ്റി പറയുന്നുണ്ട്. എനിവേ, അപ്പോൾ ആ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആക്ടിവേറ്റഡ് ആകുമ്പോഴാണ് ബ്ലഡ് കൊയാഗുലേഷൻ എന്നുള്ള പ്രോസസ്സ് അവിടെ നടക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് ആ ഒരു ബ്ലഡ് ക്ലോട്ട്. ആ ഡാമേജ് ഉണ്ടായ ഭാഗത്ത് ആദ്യം പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഉണ്ടായി, പിന്നെ അതിനുശേഷം ഫൈബ്രിൻ ത്രെഡ്സ് ഒക്കെ വന്നൊരു ഫൈബ്രിൻ നെറ്റ്വർക്ക് വരും. ശരിക്കും നമ്മൾ വല വീശിയിട്ട് മീനിനെ പിടിക്കുന്നത് പോലത്തെ ഒരു കണ്ടീഷനാണ് ഇവിടെ ഉണ്ടാവുന്നത്. ആ ബ്രേക്ക് ഉണ്ടായ ഭാഗത്ത് ഫൈബ്രിൻ ത്രെഡ്സ് ഒരു വല പോലെ അവിടെ ഇങ്ങനെ ഉണ്ടാവും. എന്നിട്ട് ആ വല അവിടെ റെഡി ആയിട്ട് നിൽക്കും, പുറത്തേക്ക് പോകുന്ന RBCനെയും WBCനെയും ഒക്കെ അവിടെ തന്നെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ വലയ്ക്കകത്ത് അവർ കുരുങ്ങി അത് പിന്നെ ഒരു ക്ലോട്ടായിട്ട് മാറുന്നു. അതാണ് അവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ്. അപ്പോൾ ഈ പിക്ചർ അത് ജസ്റ്റ് ഒരു ഇതാണ് നമ്മൾ പറഞ്ഞ 3 സ്റ്റെപ്പുകളുടെയും ഒരു ഫ്ലോ ചാർട്ട് പോലെയാണ്. സോ ബ്ലഡ് വെസൽ ഇഞ്ചുറി ഉണ്ടാവുന്ന സമയത്ത് കൊളാജൻ എക്സ്പോഷർ ഉണ്ടാവും. സോ പ്ലേറ്റ്ലെറ്റ് എഡ്ഹീഷൻ ഉണ്ടാവും, പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ ഉണ്ടാകും. പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ എന്ത് ചെയ്യും? വാസോ കൺസ്ട്രക്ഷൻ നടത്തും ത്രൂ സെറോട്ടോണിൻ. പിന്നെ അതേപോലെ തന്നെ അത് ബ്ലഡ് കൊയാഗുലേഷൻ കാസ്കേഡ്, അതായത് ബ്ലഡ് കൊയാഗുലേഷൻ ആ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്ത് അതൊരു സ്റ്റെപ്പ് വൈസ് പ്രോസസ്സാണ്. അപ്പോൾ ആ പ്രോസസ്സ് കൂടെ ത്രോംബിൻ ആകും, പിന്നെ ഫൈബ്രിൻ ആയിട്ട് അതൊരു പെർമനൻറ്റ് ഹീമോസ്റ്റാറ്റിക് പ്ലഗ് ആയിട്ട് മാറും. At the same time, platelet activation, platelet aggregation, platelet plug formation ഒക്കെ ഉണ്ടായിട്ട് അതും ഈ പെർമനൻറ്റ് ഹീമോസ്റ്റാറ്റിക് പ്ലഗിലേക്ക് ഫോം ചെയ്യാനായിട്ട് സഹായിക്കും. ഇത്രയുമാണ് അവിടെ നടക്കുന്നത്. ഇപ്പോൾ ഈ സെറോട്ടോണിൻ പോലെ തന്നെ ഈ ത്രോംബോക്സൈൻ A2 ADP എന്നൊക്കെ പറയുന്നത് പ്ലേറ്റ്ലെറ്റ് റിലീസ് ചെയ്യുന്ന ചില വാസോ കൺസ്ട്രക്റ്റേഴ്സ് ആണ്. അപ്പോൾ അതൊക്കെ കമ്പൈൻഡ് ആക്ഷനാണ് വാസോ കൺസ്ട്രക്ഷൻ ഉണ്ടാകുന്നത്. പക്ഷേ സെറോട്ടോണിനാണ് അവിടെ ഏറ്റവും കൂടുതൽ ആക്ഷൻ വരുന്നത്. പിന്നെ ഈ കാണിച്ചിരിക്കുന്ന ടിഷ്യൂ ഫാക്ടർ എന്ന് പറയുന്നത് അത് വേറെ ഒരു ടോപ്പിക്കാണ്. ഇതിൻ്റെ കൂടെ തന്നെ ബ്ലഡ് കൊയാഗുലേഷൻ്റെ ഒരു ഇത് തന്നെയാണ് ടിഷ്യൂ ഫാക്ടർ എന്ന് പറയുന്നത്. അതെന്താണെന്നുള്ളത് ആ ഒരു ഏരിയ എത്തുമ്പോൾ ഞാൻ പറയാം. പിന്നെ ഇതിൽ കാണിച്ചിരിക്കുന്ന ഈ ഒരു ആസ്പിരിൻ, ഹെപ്പാരിൻ, നൈട്രിക് ഓക്സൈഡ്, പ്രോസ്റ്റാസൈക്ലിൻ എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഈ ക്ലോട്ടിംഗ് മെക്കാനിസംസിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ചില മെഡിസിൻസ് ആണ്. ആൻറ്റികൊയാഗുലൻസ് എന്ന് പറയും. ആൻറ്റികൊയാഗുലൻസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഏജൻസ്. അപ്പോൾ അത്തരത്തിലുള്ള ചില ആൻറ്റികൊയാഗുലൻസിൻ്റെ കാര്യമാണ് ഈ കാണിച്ചിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല, ജസ്റ്റ് ബാക്കിയുള്ള ഇത്രയും ഭാഗങ്ങളൊന്ന് നോക്കുക. അതാണ് ബ്ലഡ് കൊയാഗുലേഷൻ്റെ ഹീമോസ്റ്റാസിസിൻ്റെ കംപ്ലീറ്റ് സ്റ്റേജസ്. ഈ പിക്ചറും റെപ്രസെൻ്റ് ചെയ്യുന്ന സെയിം തന്നെയാണ്. വാസ്കുലർ ഇഞ്ചുറി ഉണ്ടാവുന്നു, അപ്പോൾ അവിടെ തന്നെ വാസ്കുലർ സ്പാസം ഉണ്ടാവുന്നു. അതിനുശേഷം അപ്പോൾ ആദ്യം പ്ലേറ്റ്ലെറ്റ്സ് ഇങ്ങനെ റൗണ്ടഡ് ഷേപ്പിലായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷേ ആക്ടിവേറ്റഡ് ആകുമ്പോഴേക്കും അവരുടെ ഷേപ്പിലൊക്കെ വ്യത്യാസം വന്നു. അങ്ങനെ അവിടെ ഒരു പ്ലേറ്റ്ലെറ്റ് പ്ലഗ് ഫോം ചെയ്തു. അതിനുശേഷം അവിടെ ബ്ലഡ് കൊയാഗുലേഷൻ സംഭവിക്കുന്നു. ഈ പിക്ചറും സെയിം തന്നെയാണ്. വീണ്ടും ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് ഔട്ടർ മോസ്റ്റ് ലെയർ എക്സ്റ്റേണൽ മെംബ്രെയിൻ ആണ്. അതിനുശേഷം ദിസ് ഇസ് ദി കൊളാജൻ ഫൈബർ, ദെൻ ദിസ് ഇസ് ദി എൻഡോത്തീലിയം. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നോക്കിയാൽ മതി. എക്സ്റ്റേണൽ മെംബ്രെയിൻ, കൊളാജൻ ഫൈബർ, എൻഡോത്തീലിയം. അപ്പോൾ എൻഡോത്തീലിയൽ ഡാമേജ് ഉണ്ടാവുന്ന കംപ്ലീറ്റ് ലെയേഴ്സ് ആണ് ഡാമേജ് ഉണ്ടാവുന്നത്. സോ അവിടെ പ്ലേറ്റ്ലെറ്റ്സ് ആദ്യം വന്നിട്ട് അറ്റാച്ച് ചെയ്തിട്ട് അവർ ആക്ടിവേറ്റഡ് ആവുന്നു. അതിനുശേഷം പ്ലേറ്റ്ലെറ്റ്സ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ അവിടെയുള്ള ഒരു ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആക്ടിവേറ്റഡ് ആകും. ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആക്ടിവേറ്റഡ് ആകുമ്പോൾ ഫൈബ്രിൻ ഫോർമേഷൻ നടക്കും. ഫൈബ്രിൻ ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ അവിടെ നെറ്റ്വർക്ക് ഫോം ചെയ്ത് ബ്ലഡ് ക്ലോട്ട് അവിടെ ഫോം ചെയ്യുന്നു. ഇതാണ് അതിൻ്റെ കംപ്ലീറ്റ് സ്റ്റേജസ്. ആൻഡ് ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി നമുക്ക് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത് അബൌട്ട് ബ്ലഡ് കൊയാഗുലേഷൻ. സോ ബ്ലഡ് കൊയാഗുലേഷൻ എന്താണെന്നുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട്.
ബ്ലഡ് ക്ലോട്ട് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ജെലി ലൈക്ക് സബ്സ്റ്റൻസ്. അപ്പോൾ ബ്ലഡിന് ആ ഒരു ഫ്ലൂയിഡ് നേച്ചർ നഷ്ടപ്പെട്ടിട്ട് ജെലി ലൈക്ക് സബ്സ്റ്റൻസ് ആയിട്ട് മാറും അറ്റ് ദി സൈറ്റ് ഓഫ് ഇഞ്ചുറി. എല്ലാ ഭാഗത്തും അല്ല, അറ്റ് ദി സൈറ്റ് ഓഫ് ഇഞ്ചുറി ഓൺലി. അപ്പോൾ അതൊരു സീക്വൻസ് ഓഫ് ഇവൻറ്റ്സ് ആണ്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഓരോ എപ്പിസോഡ് ബൈ എപ്പിസോഡായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ആൻഡ് ഇറ്റ് ടേക്സ് പ്ലേസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സർട്ടൻ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ്. ആൻഡ് ദർ ആർ ടോട്ടലി 13 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഇൻ അവർ ബോഡി. 13 ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ഉണ്ട് ബോഡിയിൽ. ഈ 13 എണ്ണവും ഇനാക്റ്റീവ് ഫോമിലാണ് ഇരിക്കുന്നത്. എല്ലാ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും ഇനാക്റ്റീവ് ഫോമിലാണ്. എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ വരുമ്പോൾ മാത്രം ആണ് ഈ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് ആക്ടിവേറ്റഡ് ആകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എന്നുള്ളത്. പ്ലീസ് നോട്ട് ഇറ്റ് ഡൗൺ ടു. സോ ദ ഫാക്ടർ നമ്പർ 1 ഈസ് ഫൈബ്രിനോജൻ. ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും ഇനാക്റ്റീവ് സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത്. അത് സ്റ്റിമുലേഷൻ വരുമ്പോൾ മാത്രമാണ് ആക്ടിവേറ്റഡ് ആവുന്നത്. ആൻഡ് ക്ലോട്ടിംഗ് ഫാക്ടേഴ്സ് എപ്പോഴും റോമൻ ലെറ്ററിലാണ് നമ്മൾ എഴുതുന്നത്. ഓക്കെ, സോ ഫാക്ടർ നമ്പർ 1 ഫൈബ്രിനോജൻ. ഫാക്ടർ നമ്പർ 2 പ്രോത്രോംബിൻ. ഫാക്ടർ നമ്പർ 3 ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ. ഫാക്ടർ നമ്പർ 4 കാൽഷ്യം. Fact number 5 labile factor. Fact number 6 is absent. Then fact number 7 stable factor. Fact number 8 anti-hemophilic factor. Fact number 9 Christmas factor. Fact number 10 Stewart-Prower factor. Fact number 11 plasma thromboplastin. Fact number 12 Hegman factor. And fact number 13 fibrin stabilizing factor. അപ്പോൾ ഇതാണ് the 13 clotting factors in our body. അപ്പോൾ അതിൽ ഫാക്ട് നമ്പർ 6 എന്ന് പറയുന്നത് ആബ്സെൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ്. അത് ഇല്ല, ബാക്കിയുള്ള 12 എണ്ണമാണ് നമ്മുടെ ബോഡിയിലുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് ഓരോ ഫാക്ടേഴ്സാണ് ആക്ടിവേറ്റഡ് ആവുന്നത്. അതിനനുസരിച്ചിട്ടാണ് ബ്ലഡ് ക്ലോട്ടിംഗ് എന്നുള്ള മെക്കാനിസം നടക്കുന്നത്. ഇനി ഇതിൻ്റെ സ്റ്റേജസിലേക്ക്, ബ്ലഡ് ക്ലോട്ടിങ്ങിൻ്റെ സ്റ്റേജസിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ 2 തരത്തിലുള്ള ബ്ലീഡിങ് നടക്കാം. ഒന്ന്, ഇപ്പോൾ ആസ് യൂഷ്വൽ വീണ്ടും വീണ്ടും ഒരേ എക്സാമ്പിൾ തന്നെ റിപ്പീറ്റ് ചെയ്യാണ്, എന്തെങ്കിലും ഒരു ഷാർപ്പായിട്ടുള്ള ഒബ്ജക്ട്സ് കൊണ്ടിട്ട് നമ്മുടെ കൈ മുറിയുന്നൊരു കണ്ടീഷൻ, കയ്യോ കാലോ ദേഹത്തെ ഏതെങ്കിലും ഒരു ഭാഗം മുറിയുന്നൊരു സിറ്റുവേഷൻ. അപ്പോൾ അവിടെ ഒരു ചെറിയ മുറിവ് വന്നു. അപ്പോൾ ആ ബ്ലഡ് വെസലിൻ്റെ എൻഡോത്തീലിയത്തിനൊക്കെ ഒരു ചെറിയ ഡാമേജ് സംഭവിച്ചു, ബ്ലഡ് പുറത്തേക്ക് വന്നു, ബ്ലീഡിങ് ഉണ്ടായി. പിന്നെ കുറച്ച് സമയത്തിന് ശേഷം അത് ക്ലോട്ട് ചെയ്യുന്നു. ഓക്കെ, അത് ഒരു തരത്തിലുള്ള ബ്ലഡ് ക്ലോട്ടിംഗ് മെക്കാനിസം. ഇനി അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ബ്ലീഡിങ് പ്രോസസ്സ്. ഇനി അടുത്ത ഇഞ്ചുറി എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഒരു തരത്തിലുള്ള ബ്ലീഡിങ്ങും കാണില്ല. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഇപ്പോൾ ഡെസ്കിൻ്റെ എഡ്ജിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എഡ്ജിലായിട്ട് ബ്ലണ്ടായിട്ടുള്ള, ഷാർപ്പല്ല ബ്ലണ്ടായിട്ടുള്ള ഏതെങ്കിലും എഡ്ജസിലൊക്കെ നമ്മുടെ കയ്യോ കാലോ ഒക്കെ ചെന്ന് ഇടിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ വേദന ഉണ്ടാകുമ്പോൾ നമ്മളത് മറന്നുപോകും. പക്ഷെ ഒരു 1-2 ദിവസം കഴിയുമ്പോൾ ആ ഭാഗത്തൊരു വയലറ്റ് കളറിൽ അല്ലെങ്കിൽ ഒരു പേർപ്പിൾ കളറിൽ ഒരു ചെറിയൊരു ഇത് കാണാം. ഒരു കുറച്ച് അത്യാവശ്യം വലിയ, ചെറുതെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വലിയ ഒരു റൗണ്ടഡ് സ്ട്രക്ചറായിട്ട് അല്ലെങ്കിൽ ഒരു ഇറഗുലർ ഷേപ്പിലൊക്കെ ഉള്ളൊരു ചെറിയൊരു പാച്ച് പോലെ കാണാൻ പറ്റും. അത് തൊടുമ്പോൾ വേദനയും ഉണ്ടാവും. ഇറ്റ് ഈസ് ഓൾസോ എ ടൈപ്പ് ഓഫ് ബ്ലീഡിങ്. പക്ഷെ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ സ്കിന്നിൽ ഡാമേജ് ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ സൂപ്പർഫിഷ്യൽ സ്കിന്നിനൊന്നും പറ്റിയിട്ടില്ല. അതിൻ്റെ അടിയിലുള്ള, സ്കിന്നിൻ്റെ അടിയിലുള്ള ടിഷ്യൂസിന് എന്തോ കുഞ്ഞൊരു ഡാമേജ് സംഭവിച്ചിട്ട് അവിടെ ക്ലോട്ടിങ് ഉണ്ടായി. പക്ഷേ പുറത്തേക്ക് മുറിവില്ലാത്ത, അതായത് സ്കിന്നിൽ ബ്രേക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് ആ ബ്ലഡിന് ബ്ലീഡിങ് ഉണ്ടായപ്പോൾ ആ ബ്ലഡിന് പുറത്തേക്ക് വരാൻ പറ്റിയില്ല. സ്കിന്നിൻ്റെ അടിയിൽ തന്നെ അത് കെട്ടി നിന്നു. അതാണ് ആ ഒരു പേർപ്പിൾ കളേർഡ് അല്ലെങ്കിൽ ഒരു വയലറ്റ് കളേർഡ് പാച്ചായിട്ട് നമ്മൾ കാണുന്നത്. അതും ഒരു തരത്തിലുള്ള ബ്ലഡ് ക്ലോട്ടിംഗ് ആണ്. അപ്പോൾ ബ്ലഡ് ക്ലോട്ടിംഗ് അല്ലെങ്കിൽ ബ്ലീഡിംഗ് എന്ന് പറയുന്നത് 2 രീതിയിൽ വരാം. അതാണ് നമ്മൾ അടുത്ത ഒരു കോണ്ടെക്സ്റ്റിൽ പറയാൻ പോകുന്നത്. ദാറ്റ് ഈസ് ഇൻട്രിൻസിക് പാത്വേ ഓഫ് ബ്ലഡ് കൊയാഗുലേഷൻ ആൻഡ് എക്സ്ട്രിൻസിക് പാത്വേ ഓഫ് ബ്ലഡ് കൊയാഗുലേഷൻ. അങ്ങനെ 2 തരത്തിലുള്ള ബ്ലഡ് കൊയാഗുലേഷൻ പാത്വേസ് ഉണ്ട്. സോ ദ സ്റ്റേജസ് ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ്, ഇനി ഏതൊക്കെയാണ് അതിൻ്റെ സ്റ്റേജസ്?
First stage is formation of prothrombin activator in two pathways. Prothrombin activator എന്നുള്ള ഒരു ടേം നിങ്ങൾ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഫങ്ഷനിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, കേട്ടിട്ടുണ്ടാവും. അവിടെ നിങ്ങളത് കേട്ടിട്ടുണ്ടാവും, പ്രോത്രോംബിൻ ആക്ടിവേറ്റർ. അപ്പം ഞാൻ പറയുകയും ചെയ്തു ഇത് ഞാൻ വേറൊരു കോണ്ടെക്സ്റ്റിൽ പറയാം എന്നുള്ളത്. ഓക്കെ, സോ ദ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് ഈസ് ഫോർമേഷൻ ഓഫ് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ. ആൻഡ് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ രണ്ട് പാത്വേസിൽ കൂടെ ഫോം ചെയ്യാം. വൺ ഇസ് ദി എക്സ്ട്രിൻസിക് പാത്വേ, ദാറ്റ് ഇസ് ഫ്രം ഇൻജേർഡ് ടിഷ്യൂസ്, ആൻഡ് ഇൻട്രിൻസിക് പാത്വേ വിത്തിൻ ദ ബ്ലഡ് ഇറ്റ് സെൽഫ് ഓർ ഡാമേജ് ടു ദി ബ്ലഡ് വെസൽ. ഇപ്പം ഞാൻ പറഞ്ഞു രണ്ട് രീതിയിൽ ബ്ലഡ് ക്ലോട്ടിംഗ് നടക്കാം. ഒന്ന് ബ്ലഡ് വെസലിന് ഡാമേജ് സംഭവിച്ചു, അതായത് ഇപ്പം കൈ മുറിയോ കാല് മുറിയോ ഡയറക്റ്റ് ആയിട്ട് ഇഞ്ചുറി ഉണ്ടായിട്ട് ബ്ലീഡിങ് പുറത്തേക്ക് വരുന്ന കണ്ടീഷൻ. അപ്പോൾ ആ കണ്ടീഷൻസിൽ ബ്ലീഡിങ് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ഫോർമേഷൻ ഉണ്ടാവുന്ന ഇൻട്രിൻസിക് പാത്വേയിൽ കൂടെയാണ്. ആൻഡ് പുറത്തേക്ക് ബ്ലീഡിങ് ഇല്ലാതെ സ്കിന്നിൻ്റെ അടിയിൽ തന്നെ ബ്ലീഡിങ് ഉണ്ടാവുന്ന ആ ഒരു വയലറ്റ് കളേർഡ് പാച്ചസ് ആയിട്ട് വരുന്നത് എക്സ്ട്രിൻസിക് പാത്വേയിൽ കൂടിയാണ്. ദാറ്റ് ഇസ് ഇഞ്ചുറി ഫ്രം ദി ടിഷ്യൂസ്. ഓക്കെ, അല്ലെങ്കിൽ ഇഞ്ചുറി ടു ദി ടിഷ്യൂസ്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിൽ പ്രോത്രോംബിൻ ആക്ടിവേറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് അവിടെ അല്ലെങ്കിൽ ഒരു കോംപ്ലെക്സ് മെറ്റീരിയൽ അവിടെ ഫോം ചെയ്യും. Then next is conversion of prothrombin to thrombin. And finally conversion of fibrinogen to fibrin. അപ്പോൾ ഇതാണ് 3 സ്റ്റേജസ് ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ്. അപ്പോൾ ഇതിൽ ഈ പ്രോത്രോംബിൻ ആക്ടിവേറ്റർ എന്നുള്ള ഒരു കോംപ്ലെക്സ് മെറ്റീരിയൽ അത് രണ്ട് രീതിയിൽ ഫോം ചെയ്യാം എന്നുള്ളതാണ് പറഞ്ഞത്. എക്സ്ട്രിൻസിക് പാത്വേയിൽ കൂടെയോ ഇൻട്രിൻസിക് പാത്വേയിൽ കൂടെയോ പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ഫോം ചെയ്യും. ബാക്കിയുള്ള രണ്ട് സ്റ്റേജസും ഈ പറഞ്ഞ രണ്ട് പാത്വേക്കും കോമൺ ആണ്. അത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ ആ ഒരു ഇത് പറയുമ്പോൾ മനസ്സിലാവും. ഓക്കെ, സോ ഫസ്റ്റ് വി മൂവ് ഓൺ ടു ദി ഇൻട്രിൻസിക് പാത്വേ. അപ്പോൾ ഇൻട്രിൻസിക് പാത്വേയിൽ കൂടെ എങ്ങനെയാണ് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ഫോർമേഷൻ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതിൽ ഓരോ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സിൻ്റെ ആക്ടിവേഷനാണ് ഈ ഒരു ഇതിൽ പറയുന്ന ഒരു ഫ്ലോ ചാർട്ട് പോലെയാണ്. ഇത് തന്നെയാണ് പഠിക്കേണ്ടതും. സോ വെൻ ദർ ഇസ് എൻഡോത്തീലിയൽ ഡാമേജ് ആൻഡ് കൊളാജൻ എക്സ്പോഷർ, അതായത് ബ്ലഡ് വെസലിന് മുറിവ് സംഭവിച്ച് കൊളാജൻ എക്സ്പോഷർ ഉണ്ടായിക്കഴിഞ്ഞാൽ എൻഡോത്തീലിയൽ ഡാമേജിൽ 2 enzymes will be activated, HMW kinogen and kallikrein. ഹൈ മോളിക്കുലർ വെയ്റ്റ് എന്നാണ് HMW എന്നുള്ളതിൻ്റെ ഫുൾ ഫോം. ഹൈ മോളിക്കുലർ വെയ്റ്റ് കൈനോജൻ ആൻഡ് കാലിക്രിൻ. കാലിക്രിൻ എന്ന് പറയുന്നത് ഒരു എൻസൈമാണ് ദാറ്റ് ഇസ് സീൻ ഇൻ ദി എൻഡോത്തീലിയം ഓഫ് ദി ബ്ലഡ് വെസൽ. അപ്പോൾ ബ്ലഡ് വെസൽ ഡാമേജ്, എൻഡോത്തീലിയൽ ഡാമേജ് ഉണ്ടായി കഴിയുമ്പോൾ കാലിക്രിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എൻസൈം ആക്ടിവേറ്റഡ് ആവും. ആൻഡ് ഹൈ മോളിക്കുലർ വെയ്റ്റ് കൈനോജൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രോട്ടീനാണ്, അതൊരു എൻസൈം അല്ല പ്രോട്ടീനാണ്, അതും അവിടെ റിലീസ്ഡ് ആവും. അപ്പോൾ ഈ രണ്ട് മെറ്റീരിയൽസ് അല്ലെങ്കിൽ കാലിക്രിൻ എന്ന് പറയുന്ന എൻസൈമും കൈനോജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ മെറ്റീരിയലും കൂടിയിട്ട് ഈ ഫാക്ടർ നമ്പർ 12-നെ ആക്ടിവേറ്റഡ് ഫാക്ടർ നമ്പർ 12 ആക്കി മാറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു എല്ലാ ക്ലോട്ടിംഗ് ഫാക്ടേഴ്സും ഇനാക്റ്റീവ് സ്റ്റേജിലാണ് ഇരിക്കുന്നത്. സ്റ്റിമുലേഷൻ വരുന്ന സമയത്ത് മാത്രമാണ് അവർ ആക്ടിവേറ്റഡ് ആവുന്നത്. സോ ഇങ്ങനെ ഒരു സ്റ്റിമുലേഷൻ വരുമ്പോൾ എൻഡോത്തീലിയൽ ഡാമേജ് ഉണ്ടാവുന്ന സമയത്ത് കാലിക്രിൻ എന്ന് പറയുന്ന എൻസൈമും കൈനോജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ കൂടി ചേർന്നിട്ട് ഇനാക്റ്റീവായി കിടന്നിരുന്ന ഫാക്ടർ നമ്പർ 12-നെ ആക്ടിവേറ്റഡ് ഫാക്ടർ നമ്പർ 12 ആക്കും. ആ സ്മോൾ ലെറ്റർ എ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആക്ടിവേറ്റഡ് ഫാക്ടർ എന്നാണ്. ഓക്കെ, ആൻഡ് ദിസ് ആക്ടിവേറ്റഡ് ഫാക്ടർ നമ്പർ 12, ആ ആരോ മാർക്ക് നോക്കുക, ആക്ടിവേറ്റഡ് ഫാക്ടർ നമ്പർ 12 causes the activation of inactive factor number 11 to activated factor number 11. അപ്പോൾ ഫാക്ടർ നമ്പർ 12 ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഫാക്ടർ നമ്പർ 12 കോസസ് ദി ആക്ടിവേഷൻ ഓഫ് ഫാക്ടർ നമ്പർ 11. അപ്പോൾ ഫാക്ടർ നമ്പർ 11 ആക്ടിവേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ദാറ്റ് ആക്ടിവേറ്റഡ് ഫാക്ടർ നമ്പർ 11 കോസസ് ദി ആക്ടിവേഷൻ ഓഫ് ഫാക്ടർ നമ്പർ 9. 10-നെ സ്കിപ്പ് ചെയ്തതല്ല, ഫാക്ടർ നമ്പർ 9 ആണ് വരുന്നത്. സോ ആക്ടിവേറ്റഡ് ഫാക്ടർ നമ്പർ 11 കോസസ് ദി ആക്ടിവേഷൻ ഓഫ് ഫാക്ടർ നമ്പർ 9. Then activated factor number 9 causes the activation of factor number 8, and activated factor number 8 causes the activation of factor number 10 in the presence of activated factor number 5 and calcium. 5 ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റഡ് ആവും. ഈ പ്രോസസ്സ് എല്ലാം നടക്കുന്നതിനുള്ളിൽ 5 ഓട്ടോമാറ്റിക്കലി ആക്ടിവേറ്റഡ് ആവും. കാൽഷ്യം അവിടെ പ്രസന്റ് ആണ്. സോ ഫാക്ടർ നമ്പർ 8 ആക്ടിവേറ്റഡ് ആയിട്ടുള്ള ഫാക്ടർ നമ്പർ 8 10-നെ ആക്ടിവേറ്റഡ് ആക്കും. ഓക്കെ, അറ്റ് ദി സെയിം ടൈം
കൊളാജൻ എക്സ്പോഷർ ഉണ്ടായി, എൻഡോത്തീലിയൽ ഡാമേജ് ഉണ്ടാകുമ്പോൾ കൊളാജൻ എക്സ്പോഷർ അവിടെ ഉണ്ടാവും. സോ കൊളാജൻ എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ്. നമ്മൾ ആദ്യമേ പറഞ്ഞു. അപ്പോൾ പ്ലേറ്റ്ലെറ്റ് ആക്ടിവേഷൻ ഉണ്ടാകുമ്പോൾ ദേ വിൽ റിലീസ് ഫോസ്ഫോലിപ്പിഡ്സ്. പ്ലേറ്റ്ലെറ്റ്സ് ആക്ടിവേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സ് ഫോസ്ഫോലിപ്പിഡ്സ് റിലീസ് ചെയ്യും. സോ ഈ ഫോസ്ഫോലിപ്പിഡ്സും activated fact number 10 in the presence of activated fact number 5 and calcium forms the prothrombin activator. അപ്പോൾ ഇതാണ് ഇൻട്രിൻസിക് പാത്വേ ഓഫ് ബ്ലഡ് കൊയാഗുലേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻട്രിൻസിക് പാത്വേയിൽ കൂടെ പ്രോത്രോംബിൻ ആക്ടിവേറ്ററിന്റെ ഫോർമേഷൻ. സോ എൻഡോത്തീലിയൽ ഡാമേജ് ഉണ്ടാവുമ്പോൾ അവിടെ കൊളാജൻ എക്സ്പോഷർ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവും. കൊളാജൻ എക്സ്പോഷർ ഉണ്ടാകുമ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് ആക്ടിവേറ്റഡ് ആകും. ആക്ടിവേറ്റഡ് പ്ലേറ്റ്ലെറ്റ്സ് ഫോസ്ഫോലിപ്പിഡ്സിനെ റിലീസ് ചെയ്യും. അറ്റ് ദി സെയിം ടൈം എൻഡോത്തീലിയൽ ഡാമേജ് ഉണ്ടാകുമ്പോൾ ആ എൻഡോത്തീലിയത്തിലുള്ള കാലിക്രിൻ എന്ന് പറയുന്ന ഒരു എൻസൈം ആക്ടിവേറ്റഡ് ആവും. ഹൈ മോളിക്കുലർ വെയിറ്റ് കൈനോജൻ എന്ന് പറയുന്ന ഒരു പ്രോട്ടീനും അവിടെ റിലീസ്ഡ് ആവും. ഇവർ രണ്ടും കൂടി ചേർന്നിട്ട് ഇനാക്റ്റീവ് ആയി കിടന്നിരുന്ന ഫാക്ടർ നമ്പർ 12 ആക്ടിവേറ്റഡ് ഫാക്ടർ നമ്പർ 12 ആക്കും. ആക്ടിവേറ്റഡ് ഫാക്ടർ നമ്പർ 12 ഇനാക്റ്റീവ് ആയി കിടന്നിരുന്ന ഫാക്ടർ നമ്പർ 11 ആക്ടിവേറ്റഡ് ഫാക്ടർ നമ്പർ 11 ആക്കും. ഫാക്ടർ 11 9 ആക്ടിവേറ്റ് ചെയ്യും. 9 8 ആക്ടിവേറ്റ് ചെയ്യും. 8 ഇൻ ദി പ്രസൻസ് ഓഫ് ആക്ടിവേറ്റഡ് ഫാക്ടർ നമ്പർ 5 ആൻഡ് കാൽഷ്യം 10 ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ഈ ആക്ടിവേറ്റഡ് ആയിട്ടുള്ള 10 ഈ പ്ലേറ്റ്ലെറ്റ്സിന് റിലീസ്ഡ് ആയിട്ടുള്ള ഫോസ്ഫോലിപ്പിഡ്സും ആക്ടിവേറ്റഡ് ഫാക്ടർ നമ്പർ 5 ആൻഡ് കാൽഷ്യം ടുഗെദർ causes the formation of prothrombin activator. അപ്പോൾ ഇത്തരത്തിലാണ് ഇൻട്രിൻസിക് പാത്വേയിൽ കൂടെ പ്രോത്രോംബിൻ ആക്ടിവേറ്ററിന്റെ ഫോർമേഷൻ. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. ഇനി എക്സ്ട്രിൻസിക് പാത്വേയിൽ കൂടെ എങ്ങനെയാണ് പ്രോത്രോംബിൻ ആക്ടിവേറ്ററിന്റെ ഫോർമേഷൻ? അപ്പോൾ എക്സ്ട്രിൻസിക് പാത്വേ എന്ന് പറഞ്ഞാൽ ടിഷ്യൂ ഡാമേജ് സംഭവിക്കുമ്പോഴാണ്, ടിഷ്യൂവിന് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ്. സോ ടിഷ്യൂ ട്രോമ എന്ന് ഉദ്ദേശിക്കുന്ന ടിഷ്യൂ ഡാമേജ് ആണ്, പ്ലസ് ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ. അപ്പോൾ ടിഷ്യൂ ഡാമേജ് ഉണ്ടാകുമ്പോൾ ഈ ടിഷ്യൂസിനകത്താണ് ഫാക്ടർ നമ്പർ 3 ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഫാക്ടറിനെ കാണുന്നത്. സോ ടിഷ്യൂ ഡാമേജ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ടിഷ്യൂ ത്രോംബോപ്ലാസ്റ്റിൻ വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ്, ഫാക്ടർ നമ്പർ 3 വിൽ ഗെറ്റ് ആക്ടിവേറ്റഡ്. അപ്പോൾ ഡാമേജ്ഡ് ആയിട്ടുള്ള ടിഷ്യൂ വിൽ റിലീസ് ഗ്ലൈക്കോപ്രോട്ടീൻ ഫോസ്ഫോലിപ്പിഡ്. ആ ഡാമേജ്ഡ് ടിഷ്യൂ റിലീസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ്. ആൻഡ് ദിസ് ഗ്ലൈക്കോപ്രോട്ടീൻ ഫോസ്ഫോലിപ്പിഡ് വിൽ കോസ് ദി ആക്ടിവേഷൻ ഓഫ് ഫാക്ടർ നമ്പർ 7. ഓക്കെ, 7 ആണത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ദിസ് ഫാക്ടർ നമ്പർ 7 വിൽ കോസ് ദി ആക്ടിവേഷൻ ഓഫ് ഫാക്ടർ നമ്പർ 10. ഓക്കെ, ഡയറക്റ്റ് ആണ്. ഫാക്ടർ നമ്പർ 7 അത് ആക്ടിവേറ്റഡ് ആകും, അത് 10 ആക്ടിവേറ്റ് ചെയ്യും. ആൻഡ് ഫാക്ടർ നമ്പർ 10 ഇൻ ദ പ്രസൻസ് ഓഫ് കാൽഷ്യം ആൻഡ് ഫാക്ടർ നമ്പർ 5 ലീഡ്സ് ടു ദ ഫോർമേഷൻ ഓഫ് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ. അപ്പോൾ എക്സ്ട്രിൻസിക് പാത്വേയിൽ കൂടെ ഇങ്ങനെയാണ് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടുമാണ്, ഈ പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ഫോർമേഷൻ ആണ് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബ്ലഡ് ക്ലോട്ടിങ്. അപ്പോൾ അത് ഇൻട്രിൻസിക് പാത്വേ കൂടെ, ഇപ്പോൾ ബ്ലഡ് വെസലിന് മുറിവ് സംഭവിച്ചിട്ടാണെങ്കിൽ ഇൻട്രിൻസിക് പാത്വേയിൽ കൂടെ അത് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ഫോം ചെയ്യും. അതേസമയം ടിഷ്യൂവിന് ഡാമേജ് സംഭവിച്ചിട്ടാണെങ്കിൽ എക്സ്ട്രിൻസിക് പാത്വേയിൽ കൂടെ പ്രോത്രോംബിൻ ആക്ടിവേറ്ററിന്റെ ഫോർമേഷൻ ഉണ്ടാവുന്നു. ആൻഡ് ആഫ്റ്റർ ദാറ്റ് സോ ഫാക്ട് നമ്പർ 10 അല്ലെങ്കിൽ ഇതാണ് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ എന്ന് പറയുന്നത്. ആ ഫാക്ട് നമ്പർ 10A പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ആണ്. ആൻഡ് ദ പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ഫോംഡ് ഐദർ ത്രൂ ദി എക്സ്ട്രിൻസിക് പാത്വേ ഓർ ദി ഇൻട്രിൻസിക് പാത്വേ വിൽ കോസ് ദി കൺവേർഷൻ ഓഫ് പ്രോത്രോംബിൻ ടു ത്രോംബിൻ. ഫാക്ട് നമ്പർ 2 എന്ന് പറയുന്നത് പ്രോത്രോംബിൻ ആണ്. അതിനെ ഫാക്ട് നമ്പർ 2A പ്രോത്രോംബിൻ ആക്ടിവേറ്റഡ് ഫാക്ടർ ആക്കിയിട്ട് മാറ്റുന്നു. പ്രോത്രോംബിൻ അല്ല, ത്രോംബിൻ ആക്കിയിട്ട് മാറ്റുന്നു. And thrombin will cause the conversion of fibrinogen to fibrin monomers. അതായത് ഫൈബ്രിനോജൻ എന്ന് പറയുന്ന ഇനാക്റ്റീവ് ഫോം ആണ്. ആദ്യം അതിനെ ഫൈബ്രിൻ സിംഗിൾ ത്രെഡ്സ് ആക്കിയിട്ട് അതിനെ മാറ്റും. ആ ഫൈബ്രിൻ സിംഗിൾ ത്രെഡ്സ് ഫോം ചെയ്ത ശേഷം ഇൻ ദി പ്രസൻസ് ഓഫ് ആക്ടിവേറ്റഡ് ഫാക്ട് നമ്പർ 13 എന്ന് പറയുന്നത് ഫൈബ്രിൻ സ്റ്റെബിലൈസിങ് ഫാക്ടർ ആണ്. ആൻഡ് ആക്ടിവേറ്റഡ് ഫാക്ട് നമ്പർ 13 എന്ത് ചെയ്യും? ആ ഫൈബ്രിൻ മോണോമേഴ്സിനെ ഫൈബ്രിൻ പോളിമേഴ്സ് ആക്കിയിട്ട് മാറ്റും. ഫൈബ്രിൻ പോളിമേഴ്സ് എന്ന് പറയുമ്പോൾ അതൊരു നെറ്റ്വർക്ക് ആക്കിയിട്ട് അതിനെ മാറ്റും. ആൻഡ് ദ ഫൈബ്രിൻ പോളിമേഴ്സ് വിൽ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ ഒരു
പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ബ്ലഡ് ക്ലോട്ടിംഗ് എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ആണ്. അപ്പോൾ പ്രോത്രോംബിൻ ആക്ടിവേറ്റർ എക്സ്ട്രിൻസിക് പാത്വേയിൽ കൂടെയോ അല്ലെങ്കിൽ ഇൻട്രിൻസിക് പാത്വേയിൽ കൂടെയോ ഫോം ചെയ്യുന്നു. പ്രോത്രോംബിൻ ആക്ടിവേറ്റർ എന്നിട്ട് പ്രോത്രോംബിനെ ത്രോംബിനാക്കി മാറ്റുന്നു. ത്രോംബിൻ പിന്നെ ഫൈബ്രിനോജനെ ആദ്യം ഫൈബ്രിൻ മോണോമേഴ്സ് ആക്കും, സിംഗിൾ ത്രെഡ്സ് ആക്കും. ആൻഡ് ഇൻ ദ പ്രസൻസ് ഓഫ് ആക്ടിവേറ്റഡ് ഫാക്ടർ നമ്പർ 13 ഫൈബ്രിൻ മോണോമേഴ്സ് ഫൈബ്രിൻ പോളിമേഴ്സ് ആയിട്ട് മാറും. ആൻഡ് ഫൈനലി ദ ഫൈബ്രിൻ പോളിമേഴ്സ് വിൽ ലീഡ് ടു ദ ഫോർമേഷൻ ഓഫ് ബ്ലഡ് ക്ലോട്ട്. അപ്പോൾ ഇതാണ് ദ പാത്വേ ഓർ ഹീമോസ്റ്റാസിസ് എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന്റെ കംപ്ലീറ്റ് ഭാഗം. ഈ പിക്ചറും സെയിം തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇൻട്രിൻസിക് പാത്വേയിൽ കൂടെ ഫാക്ട് നമ്പർ 12 ആക്ടിവേറ്റഡ് ആകുന്നു, ഫാക്ട് നമ്പർ 11 ആക്ടിവേറ്റഡ് ആവുന്നു, 9 ആക്ടിവേറ്റഡ് ആവുന്നു. ഇൻ ദ പ്രസൻസ് ഓഫ് ആക്ടിവേറ്റഡ് 8 5ഉം പിന്നെ കാൽഷ്യം എല്ലാം കൂടി ചേർന്നിട്ട് 10 ആക്ടിവേറ്റഡ് ആകുന്നു. അതേപോലെ തന്നെ ടിഷ്യൂ ഫാക്ടർ ആണെങ്കിൽ എക്സ്ട്രിൻസിക് പാത്വേയിൽ കൂടെ ടിഷ്യൂ ഡാമേജ് ഉണ്ടാകുമ്പോൾ 7 ആക്ടിവേറ്റഡ് ആകും. എന്നിട്ട് അതും 7ഉം ഇതേപോലെ തന്നെ 10നെ ആക്ടിവേറ്റ് ചെയ്യും. അപ്പോൾ ആ 10 ആണ് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നത്. ദാറ്റ് പ്രോത്രോംബിൻ ആക്ടിവേറ്റർ പ്രോത്രോംബിനെ ത്രോംബിനാക്കും. ത്രോംബിൻ ഫൈബ്രിനോജനെ ഫൈബ്രിനാക്കി മാറ്റിയ ശേഷം അത് പിന്നെ ഫാക്ടർ 13ന്റെ പ്രസൻസിൽ ഫൈബ്രിൻ ക്ലോട്ടായിട്ട് മാറുന്നു. അപ്പോൾ ഇതാണ് the stages of blood coagulation, and ഇത്രയും ആണ് about hemostasis. Okay, so thank you.